അപ്പോൾ ഇത് ഞാൻ ഒരു മാസം മുൻപ് കഴുകി വൃത്തിയാക്കി മുറിച്ച് ഫ്രീസറിൽ വെച്ച കപ്പയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നമ്മളുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ലല്ലോ. അപ്പോൾ കപ്പ കേടൊന്നും വരാണ്ട് ഇരുന്നിട്ടുണ്ട്. ഇനി ഇത് വേവിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. അപ്പോൾ ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഉടച്ചെടുക്കാം. നല്ല പൊടിയൊക്കെ ഉള്ള കപ്പ തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ടാണ് വന്നത് കേട്ടോ. ഉണ്ടാക്കിയപ്പോഴും അങ്ങനെയാണ് വന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചീനമുളകും ഒക്കെ ഇട്ടിട്ട് അത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് അതൊന്നുകൂടി ഇളക്കിയെടുത്ത് അതിനെ പാൽക്കപ്പയാക്കിയിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് അത് ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് കിട്ടുമ്പോൾ ഞാൻ ഉണ്ടാക്കും. പിന്നെ പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ചിക്കനോ മട്ടനോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ പാൽക്കപ്പയുടെ കൂടെ ഒന്ന് കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് പാൽക്കപ്പ കഴിച്ചാലോ.